ഹലോ ഫ്രണ്ട്സ്, LDC LGS തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള SCERT ടെക്സ്റ്റ് ബുക്സിലെ നോട്ട്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് സോഷ്യലാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. രാജാറാം മോഹൻ റോയ്. ആരാണ് രാജാറാം മോഹൻ റോയ്? ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവാണ് അല്ലേ? രാജാറാം മോഹൻ റോയ് ആണ് സതിയും ശൈശവ വിവാഹവുമൊക്കെ അതിനൊക്കെ എതിരെ ശബ്ദമുയർത്തിയ സാമൂഹിക പരിഷ്കർത്താവ്. അപ്പം നമുക്കൊരു കാര്യം ഓർമ്മ വന്നു. സതി നിരോധിച്ച ഒരു ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ഉണ്ട്. ആരാണെന്നറിയാമോ? വില്യം ബെനഡിക്ട് പ്രഭു. രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സംഘടനയാണ് ബ്രഹ്മസമാജം. ഓർത്തിരിക്കുക, ബ്രഹ്മസമാജം ആരുടെയാണ്? രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സംഘടന ബ്രഹ്മസമാജം. തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിൻ്റെ ഉറവിടം എന്ന് വിശ്വസിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ്. അടിസ്ഥാനപരമായി എല്ലാ മതങ്ങളും ഒന്നാണ് എന്ന പൊതു സന്ദേശം പ്രചരിപ്പിച്ചതാരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. സർ സയ്യിദ് അഹമ്മദ് ഖാനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്നത്തെ അലിഗഡ് മുസ്ലിം സർവകലാശാല അറിയില്ലേ? അതിൻ്റെ സ്ഥാപകനാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകിയ ഒരു വ്യക്തിയാണ്. ഈ അലിഗഡ് മുസ്ലിം സർവകലാശാല ഇപ്പോഴത്തെ പേരാണ്. ഇതിനു മുമ്പ് അത് അറിയപ്പെട്ടിരുന്നത് മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ്. എന്താ? മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ്. ആരാ സ്ഥാപിച്ചേ? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സ്വാമി വിവേകാനന്ദനെ പറ്റിയാ. വിവേകാനന്ദൻ എല്ലാവർക്കും അറിയാല്ലേ? ജാതീയമായ ഉച്ച നീചത്വങ്ങളെ എതിർക്കുകയും സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ഒരു സാമൂഹിക പരിഷ്കർത്താവാണ് ആര്? സ്വാമി വിവേകാനന്ദൻ. വിശ്വസാഹോദര്യത്തിന് ഊന്നൽ കൊടുത്ത ഒരു സാമൂഹിക പരിഷ്കർത്താവാണ് ആര്? സ്വാമി വിവേകാനന്ദൻ. ഇദ്ദേഹത്തിന്റെ ഗുരു ആരാന്നറിയാമോ? ശ്രീ രാമകൃഷ്ണ പരമഹംസൻ. ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി വിവേകാനന്ദൻ സ്ഥാപിച്ച സംഘടനയാണ് രാമകൃഷ്ണ മിഷൻ. ഓർത്തിരിക്കുക, രാമകൃഷ്ണ മിഷൻ ആരുടെയാണ്? സ്വാമി വിവേകാനന്ദൻ. ഇനി നമുക്ക് അടുത്ത നവോത്ഥാന നായകനെ പരിചയപ്പെടാം. ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിന് എല്ലാവർക്കും അറിയാമല്ലേ? അദ്ദേഹം ജനിച്ചത് തിരുവനന്തപുരത്ത് ചെമ്പഴന്തി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം. ഓർത്തിരിക്കുക, ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് പഠിച്ചോളൂ കേട്ടോ. ഇനി ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക, അതുപോലെ ഒരു പരിഷ്കൃത സമൂഹത്തെ രൂപപ്പെടുത്തുക. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ പ്രധാന ലക്ഷ്യം. ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചു ചേർത്ത സാമൂഹിക പരിഷ്കർത്താവാണ് ഇദ്ദേഹം. സർവമത സമ്മേളനത്തിൻ്റെ കവാടത്തിൽ ഗുരു കുറിച്ച വരികൾ വാദിക്കുവാനും ജയിക്കുവാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം. മനസ്സിലായോ? ഇത് സർവമത സമ്മേളനത്തിന്റെ കവാടത്തിൽ ഗുരു കുറിച്ച വരികളാണ്. വാദിക്കുവാനും ജയിക്കുവാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികളിലൂടെ സാമൂഹിക മാറ്റത്തിന് വളരെ പ്രായോഗികമായി ശ്രമിച്ച ഗുരു വ്യവസായശാലകൾ സ്ഥാപിച്ച് ജനങ്ങൾക്ക് ജോലി നൽകാൻ നിർദ്ദേശിച്ചു. പുളികുടി, തിരണ്ട് കല്യാണം, താലികെട്ട് കല്യാണം തുടങ്ങിയ ദുരാചാരങ്ങൾക്കെതിരെ ഗുരു ജനങ്ങളെ ബോധവൽക്കരിച്ചു. ആർഭാടവും അമിതവ്യയവും ഒഴിവാക്കി ലളിത ജീവിതം നയിക്കാൻ ജനങ്ങളെ ഗുരു ഉപദേശിച്ചു. ഗുരു സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനും നടപ്പിലാക്കാനും വേണ്ടി 1903 സ്ഥാപിക്കപ്പെട്ട സംഘടനയാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. അപ്പം അടുത്ത പോയിന്റ് വരികയാണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ച വർഷം ഏതാ? 1903. വേറൊരു രീതി ചോദിക്കാം.
ശ്രീനാരായണ ഗുരു 1903 സ്ഥാപിച്ച സംഘടന ഏതാ? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ശ്രീനാരായണ ഗുരു ഒരുപാട് കോഡ്സ് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നമുക്ക് നോക്കാം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. കുറെ കോഡ്സ് ഉണ്ട്, എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് പറയാം. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഇനി അടുത്തത്, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക. ഇത് PSCക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക. മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല. ഇത് പറഞ്ഞത് ഗുരുവാണ്. പിന്നെ മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി, മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി, ഇതും ഗുരു തന്നെയാണ് പറഞ്ഞത്. പിന്നെ ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ്. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം. ശ്രീനാരായണ ഗുരു പറഞ്ഞ ഈ എല്ലാ കോഡ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഏതൊരു പുസ്തകത്തിൽ എടുത്ത് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇത് ഏതെങ്കിലും ഒന്ന് PSCക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ചോദിക്കാൻ ഒരുപാട് സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഇനി നമുക്ക് ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട ക്ഷേത്ര പ്രതിഷ്ഠകൾ നോക്കാം. അരുവിപ്പുറത്തെ ശിവലിംഗ പ്രതിഷ്ഠ, അതുപോലെ കാരമുക്ക് ക്ഷേത്രത്തിലെ ദീപപ്രതിഷ്ഠ, അതുപോലെ ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠ. 3 പ്രതിഷ്ഠയാണ്. അരുവിപ്പുറത്തെ ശിവലിംഗ പ്രതിഷ്ഠ, അതുപോലെ കാരമുക്ക് ക്ഷേത്രത്തിലെ ദീപപ്രതിഷ്ഠ, അതുപോലെ ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠ. ഗുരുവിൻ്റെ അവസാനത്തെ പ്രതിഷ്ഠ നടന്നത് എവിടെയാണെന്നറിയാമോ? ആലപ്പുഴയിലാണ്. ആലപ്പുഴയിലെ കളവൻകോടത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് ഗുരുവിൻ്റെ അവസാനത്തെ പ്രതിഷ്ഠ നടന്നത്. കളവൻകോടത്ത് ഗുരു എന്താ പ്രതിഷ്ഠിച്ചത് എന്നറിയാമോ? ഓം എന്നെഴുതിയ കണ്ണാടിയാണ്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത് PSCക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു ശേഖരം തന്നെയുള്ള ഒരു പോർഷനാണ്. അദ്ദേഹത്തിന്റെ പറഞ്ഞ കോഡ്സും അദ്ദേഹത്തിന്റെ കൃതികളും അതുപോലെ അദ്ദേഹത്തിന്റെ സംഘടന സ്ഥാപിച്ച വർഷം, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് ഒന്നും കൂടെ ആവർത്തിച്ച് കേട്ട് പഠിക്കാം കേട്ടോ. ഇനി അടുത്ത നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. അയ്യങ്കാളി ജനിച്ചത് തിരുവനന്തപുരത്ത് വെങ്ങാനൂർ എന്ന് പറയുന്ന സ്ഥലത്താട്ടോ. അപ്പോൾ ഈ അധസ്ഥിതരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിച്ച പരിഷ്കർത്താവാണ് അയ്യങ്കാളി. അധസ്ഥിതർക്ക് മാത്രമായി ഒരു വിദ്യാലയം അയ്യങ്കാളി ആരംഭിച്ചത് 1904-ലാണ്. 1903 ഒരു സംഘടന ശ്രീനാരായണ ഗുരു സ്ഥാപിച്ചിരുന്നു. ഓർമ്മയുണ്ടോ? അത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം 1903. അതിന്റെ തൊട്ട് പിറ്റേ വർഷം അയ്യങ്കാളി എന്ത് ചെയ്തു? അധസ്ഥിതർക്ക് മാത്രമായി ഒരു വിദ്യാലയം ആരംഭിച്ചു. സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അയ്യങ്കാളി സ്ഥാപിച്ച ഒരു സംഘടനയാണ് സാധുജന പരിപാലന സംഘം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാധുജന പരിപാലന സംഘം ആരാ സ്ഥാപിച്ചതെന്ന് ചോദിക്കും. അയ്യങ്കാളിയാണ്, ഓർത്തിരിക്കുക. ഈ സാധുജന പരിപാലന സംഘത്തിന്റെ ലക്ഷ്യങ്ങൾ എന്താണെന്നറിയാമോ? അവർണ ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം, അതുപോലെ അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം, അതുപോലെ തൊഴിലെടുക്കുന്നവർക്ക് കൂലി വർധന, ഇതൊക്കെയാണ് നമ്മുടെ സാധുജന പരിപാലന സംഘത്തിന്റെ ലക്ഷ്യങ്ങൾ. വിദ്യാഭ്യാസമാണ് അയ്യങ്കാളി കൂടുതലായിട്ടും പ്രാധാന്യം കണ്ടിരുന്ന സംഭവം. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ല എങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുറിപ്പിക്കും. ഇത് അയ്യങ്കാളി പറഞ്ഞത്. വളരെ ശക്തനായ ഒരു നവോത്ഥാന നായകൻ കൂടിയാണ് അയ്യങ്കാളി. അധസ്ഥിത വിഭാഗങ്ങളുടെ നേതാവ് എന്ന നിലയിൽ പ്രസിദ്ധനായ അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നു. അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷമാണ് 1893. 1893 അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത്. വെങ്ങാനൂരിന്റെ പൊതുവഴിയിലൂടെ ഒരു വില്ലുവണ്ടിയിൽ യാത്ര ചെയ്ത് അയ്യങ്കാളി സാമൂഹിക വിലക്കുകളെ ലംഘിച്ചു.
അധസ്ഥിതരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തുടക്കം കുറിച്ച അയ്യങ്കാളി തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ചു. ഓക്കെ, ഈ അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷം 1893. ഇനി കല്ലുമാല സമരം എന്ന് കേട്ടിട്ടില്ലേ? അധസ്ഥിത വിഭാഗങ്ങളിൽപ്പെട്ട സ്ത്രീകൾ കല്ലുമാല ആഭരണമായി ധരിക്കുന്നവരായിരുന്നു. കീഴാഴ്മയുടെ ചിഹ്നമായ കല്ലുമാല വലിച്ചെറിയാൻ അയ്യങ്കാളി അവരോട് അഭ്യർത്ഥിച്ചു. അധസ്ഥിതർ വലിച്ചെറിഞ്ഞ കല്ലുമാലകൾ 4-5 അടി ഉയരത്തിൽ കുമിഞ്ഞുകൂടി. ഈ സംഭവമാണ് കല്ലുമാല സമരം. അപ്പോൾ അയ്യങ്കാളി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നിങ്ങൾ ഓർത്തിരിക്കുക. അധസ്ഥിതർക്ക് വേണ്ടി മാത്രമായി വിദ്യാലയം അയ്യങ്കാളി ആരംഭിച്ചു. അത് 1904 അതുപോലെ വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷം 1893. അതുപോലെ കല്ലുമാല സമരം നടത്തിയതും അയ്യങ്കാളിയാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാമോ? അപ്പോൾ ഞാൻ ഇനിയും വീഡിയോസ് ഇടും. നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേഷനുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേ പറ്റൂ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ.